വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ സത്യാമ്മ BP ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ഭാമ പറയുകയാണ്. സത്യാമ്മയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്കറിയാം, സൂചി കൊണ്ട് എടുക്കുന്നത് തൂമ്പ കൊണ്ട് എടുക്കേണ്ടി വരും പിന്നീടായാലും, അപ്പോൾ ഒന്ന് നോക്കാമെന്ന് പറയുകയാണ്. അതേസമയം ശാലിനിയാണെങ്കിൽ പുറകെ നിൽക്കുകയാണല്ലോ, അങ്ങനെ കണ്ണുകൊണ്ട് ഡോക്ടർ ഇങ്ങനെ കയറാനായിട്ട് ആംഗ്യം കാണിക്കുകയാണ്. തുടർന്ന് ശാലിനിനെ കൈകൊണ്ടിങ്ങനെ മുഖം മറച്ചിട്ട് പതിയെ അങ്ങ് വിഷ്ണുവിൻ്റെ ആ ഹോസ്പിറ്റൽ റൂമിനകത്തേക്ക് അങ്ങ് കയറുകയാണ്. അതിന് ഡോക്ടർ അങ്ങ് ആശ്വസിക്കുകയാണ്. പക്ഷേ ഭാമയാണെങ്കിൽ ഡോക്ടറോട് സംസാരിക്കുന്ന കാരണം ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. തുടർന്ന് ഡോക്ടറാണെങ്കിൽ ഭാമയും കൂട്ടി BP ചെക്ക് ചെയ്യാനൊക്കെ അങ്ങ് റൂമിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് ശാലിനി ആണെങ്കിൽ അകത്തേക്ക് കയറുകയാണ്. വിഷ്ണുവിൻ്റെ കിടപ്പ് കണ്ടിട്ട് ശാലിനിക്കാണെങ്കിൽ ആകെ സഹിക്കാനേ പറ്റുന്നില്ല. കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞൊഴുകുകയാണ്. വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ഇരുന്ന ശേഷം 6 വർഷത്തിന് ശേഷം ഞാൻ ഇത്രയും ദൂരം ഓടി വന്നിട്ട് ഒന്ന് അടുത്ത് വരാനായിട്ട്, കൺമുന്നിൽ വരാനായിട്ട് എനിക്ക് പറ്റുന്നില്ലല്ലോ വിഷ്ണുവേട്ട, എൻ്റെ ഗതികേട് ആയിപ്പോയല്ലോ, ഞാൻ കാരണമാണല്ലോ വിഷ്ണുവേട്ടൻ്റെ ഈ അസുഖങ്ങളൊക്കെ വന്നത്, എന്നെ ഓർത്താണല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടായത്, പെട്ടെന്ന് അസുഖം ഭേദമായി വീട്ടിലേക്ക് പോകണേ വിഷ്ണുവേട്ട, ഇല്ലെങ്കിൽ എൻ്റെ മനസ്സിലെ ആദ്യം തീരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണുവിനെ നോക്കി കുറേ നേരം ഇരിക്കുന്നുണ്ട് ശാലിനി. എന്നിട്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്നിങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ തലോടാനൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ കൈ മുകളിൽ വയ്ക്കുന്നേ ഉള്ളൂ. ഉമ്മ കൊടുക്കാനൊക്കെ വരുമ്പോൾ ഞാൻ തൊട്ടാൽ ഞാൻ വന്നത് വിഷ്ണുവായിട്ട് അറിയും, അത് പാടില്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് പാടില്ല, അതിനൊന്നും നിവർത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് മാറുകയാണ്. അതേസമയം അവിടെ BP ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യഭാമയുടെ BP ചെക്ക് ചെയ്ത ശേഷം ഡോക്ടർക്ക് ഒരു ഫോൺ വരികയാണ്. അന്നേരം സത്യഭാമ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് കസേരയിലോട്ട് തിരിഞ്ഞിരുന്നിട്ട് ഡോക്ടർ അങ്ങ് സംസാരിക്കുകയാണ്. അതേസമയം സത്യഭാമ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അന്നേരം അയ്യോ വിഷ്ണു ഇപ്പോൾ ഉണർന്ന് കാണുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് ഡോക്ടർ റൂമിൽ നിന്ന് ഇറങ്ങി ഈ വിഷ്ണുവിൻ്റെ റൂമിലേക്ക് വരികയാണ്. അതേസമയം ശാലിനി ആ വിഷ്ണുവിൻ്റെ മുഖത്ത് നിന്നും തൻ്റെ മുഖം ഇങ്ങനെ അങ്ങ് ഉയർത്തുമ്പോൾ ശാലിനിയുടെ താലിമാല വിഷ്ണുവിൻ്റെ രുദ്രാക്ഷമാലയിൽ കോർക്കുകയാണ്. അന്നേരം ശാലിനി ഓർക്കുന്നുണ്ട് അന്ന് കല്യാണം കഴിച്ചതും പിന്നീട് പല പല സന്ദർഭങ്ങളും മുള്ളു കൊണ്ടപ്പോൾ ജീപ്പിൽ എടുത്തുകൊണ്ട് പോയതും ഒക്കെ കുറേ കാര്യങ്ങളൊക്കെ ശാലിനി ഇങ്ങനെ ഓർക്കുകയാണ്. തുടർന്ന് ശാലിനിയെ കുരുക്കഴിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അയ്യോ സത്യാമ്മ ഇപ്പോൾ വരുമല്ലോ, എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ശാലിനി ആദ്യമൊക്കെ ശ്രമിക്കുമ്പോൾ അത് എടുക്കാനായിട്ട് പറ്റുന്നില്ല. ഇതേസമയം ഭാമ വിഷ്ണുവിൻ്റെ ആ റൂമിനടുത്തേക്ക് എത്തുമ്പോൾ ഭാമയ്ക്കൊരു കോള് വരികയാണ്. തുടർന്ന് അതിൽ സംസാരിച്ച ശേഷം ഭാമ വീണ്ടും ഫോൺ വെച്ചിട്ട് വീണ്ടും ഇങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. അപ്പോഴത്തേക്കും ശാലിനി അവിടെ അത് എടുത്തു കഴിഞ്ഞിരുന്നു, ആ കുരുക്കങ്ങ് എടുത്തു കഴിഞ്ഞു. അതേസമയം സത്യഭാമയാണെങ്കിൽ ഇങ്ങനെ ഡോർ ഇങ്ങനെ തുറക്കാനായിട്ട് വരുമ്പോൾ ഈ വീണ്ടും ധന്യ ഡോക്ടർ ഓടിക്കൊണ്ട് വരികയാണ്. സത്യമായി പൾസ് കൂടി ഒന്ന് നോക്കണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറയുകയാണ്. തുടർന്നും അവിടെ അകത്ത് ശാലിനി ഡോറിനടുത്ത് താഴെ കുറച്ചുകൂടി ഇപ്പുറത്തോട്ട് നിൽക്കുകയാണ്. അതേസമയം ശാലിനിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ ആ കിടപ്പ് മൊത്തം നോക്കിയിട്ട് വിഷ്ണുവിൻ്റെ കാലിങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ഷീറ്റ് ഇങ്ങനെ മാറി കിടക്കുന്ന കാല് ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് ആ കാല് തൊട്ട് ഇങ്ങനെ അങ്ങ് തൊഴുകയാണ്. അതേസമയം വിഷ്ണു ചെറുതായിട്ടൊന്ന് തലയൊന്ന് വെട്ടിക്കുന്നുണ്ട്, അങ്ങ് നേരെ അങ്ങ് കിടക്കുകയാണ്. അന്നേരം ഞാൻ പോയി വരാം വിഷ്ണുവേട്ടാ, നിൽക്കാനായിട്ട് നിവർത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങോട്ട് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ സത്യഭാമ തിരിഞ്ഞാണ് നിൽക്കുന്നത്, ശാലിനിയെ കാണത്തില്ല, ഡോറിന് തിരിഞ്ഞാണ് നിൽക്കുന്നത്. തുടർന്ന് ധന്യ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ ധന്യ ഡോക്ടർ പറയുന്നുണ്ട് സത്യാമ്മ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് നടത്തണമെന്ന് പറയുകയാണ്. അന്നേരം ഈ ആഴ്ച ഞാൻ സമയം കണ്ടെത്തി വരാമെന്ന് പറയുമ്പോഴാണ് ശാലിനി ഇങ്ങനെ ഡോറ് തുറക്കുന്നത്. അന്നേരം ഡോക്ടർ ഇത് കാണുകയാണ്. തുടർന്ന് ഞാൻ സത്യഭാമയുടെ ഫോൺ ഇനി തന്നെ ഞാനൊരു നമ്പർ തരാം, അതിലേക്ക് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് സത്യഭാമയുടെ ഫോൺ അങ്ങ് കയ്യിൽ നിന്ന് അങ്ങ് ധന്യ ഡോക്ടർ വാങ്ങിച്ചിട്ട് അതിലേക്കൊരു നമ്പർ ടൈപ്പ് ചെയ്യുകയാണ്. അതേസമയം ശാലിനി പോകാൻ വേണ്ടി തന്നെയാണ്, അത് ശാലിനിയെ തന്നെ ശ്രദ്ധിക്കുമ്പോൾ സത്യഭാമ ധന്യ ഡോക്ടറുടെ ആ പ്രവൃത്തിയിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ട് പുറകിലത്തെ കാര്യം അറിയുന്നില്ല. തുടർന്ന് ശാലിനി ഇങ്ങനെ പതിയെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് ആശുപത്രി വിട്ട് ഇറങ്ങുകയാണ്. അന്നേരവും ധന്യ ഡോക്ടർക്ക് ആശ്വാസമാവുകയാണ്, ശാലിനിയെ സത്യഭാമ കണ്ടില്ല എന്നുള്ളൊരിതിൽ. ഇതേസമയം വിഷ്ണുവിനാണെങ്കിൽ ബോധം വരികയാണ്. വിഷ്ണു ഇങ്ങനെ കണ്ണ് അടച്ചിരിക്കാൻ, കണ്ണ് തുറക്കുന്നില്ല. വിഷ്ണു ഇങ്ങനെ ഓർക്കുകയാണ്. ശാലിനിയാണെങ്കിൽ അന്ന് ആദ്യ രാത്രി കഴിഞ്ഞ ശേഷം പിന്നെ രാവിലെ കുളിച്ചിട്ട് വന്നിട്ട് വിഷ്ണുവിൻ്റെ കാല് തൊട്ട് തൊഴുത് ഓർക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ എണീക്കുന്നതും ശാലിനി ഇങ്ങനെ കുളിച്ച് നനഞ്ഞ മുടിയോടുകൂടി നിൽക്കുന്നതും ഒക്കെ ഇങ്ങനെ വിഷ്ണു ഓർക്കുകയാണ്. അന്നേരം വിഷ്ണു പെട്ടെന്ന് ഇങ്ങനെ കണ്ണു തുറന്നിട്ട് ശാലിനി എന്നിങ്ങനെ ഉറക്കെ അങ്ങ് വിളിക്കുകയാണ്. അത് സത്യഭാമയും പുറത്തു നിന്ന് ഡോക്ടറും കേൾക്കുന്നുണ്ട്, ശാലിനിയും കേൾക്കുകയാണ്. ശാലിനി ആ സത്യഭാമ നിൽക്കുന്നിടം കഴിഞ്ഞിട്ട് അവിടുത്തെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പോയ ശാലിനി ഇങ്ങനെ ഡോർ തന്നെ പിടിച്ചിട്ടങ്ങ് നിൽക്കുകയാണ്. ശാലിനി ഇങ്ങനെ ചെവി ഇങ്ങനെ കോർക്കുന്നത് കാണിക്കുന്നുണ്ട്. അന്നേരം അന്തം വിട്ട് സത്യഭാമ ഓടി ഇനി അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറുമ്പോൾ കട്ടിലിൽ ഇങ്ങനെ ആകെ വിയർത്ത് എഴുന്നേറ്റിരിക്കുന്ന വിഷ്ണുവിനെയാണ് കാണേണ്ടത്. ആ വിഷ്ണുവിൻ്റെ ഭാവം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. സത്യഭാമയെ കണ്ടിട്ടും വിഷ്ണു മൈൻഡ് ചെയ്യുന്നില്ല. ശാലിനി ഇങ്ങനെ വീണ്ടും വീണ്ടും വിഷ്ണു അങ്ങ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ശാലിനിക്ക് അങ്ങ് ആകെ വിഷമവും ശാലിനിയും കരഞ്ഞ് ശാലിനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ശാലിനി അവിടെ ആ വെളിയിൽ തന്നെ നിൽക്കുകയാണ്. തുടർന്ന് ഡോക്ടറും ഇങ്ങനെ ശാലിനിയോട് പോകാനായിട്ട് പറയുകയാണ്. ശാലിനി ആ ഡോറ് തുറന്ന്
പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതിനുശേഷം ഡോക്ടർ കുഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ വീണ്ടും ശാലിനി വന്നിരുന്നു എന്നിങ്ങനെ വിഷ്ണു അങ്ങ് പറയുകയാണ്. അന്നേരം ഇവിടെ ആരും വന്നില്ല എന്നിങ്ങനെ സത്യഭാമ പറയുകയാണ്. ഇല്ല, വന്നിരുന്നു എന്നിങ്ങനെ വിഷ്ണു ദേഷ്യത്തോടെ പറയുകയാണ്. അന്നേരം ഡോക്ടർ പറയുന്നുണ്ട്, സത്യാമ്മയും ഞാനും ഒക്കെ റൂമിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു, വിഷ്ണുവിന് വെറുതെ തോന്നുകയാണ്, വന്നില്ല എന്ന് പറയുമ്പോൾ ഇല്ല വന്നിരുന്നു എന്നും പറഞ്ഞു വിഷ്ണു ആകെ ഒരു വെപ്രാളമാണ്. അന്നേരം സത്യഭാമയ്ക്ക് അങ്ങ് വിഷമം വരികയാണ്. ഇവിടെ ആരും വന്നില്ല, നീ എന്തിനാ മോനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, സമയത്ത് ആഹാരവും പിന്നെ ഉറക്കവും ഒന്നുമില്ല, നീ അമ്മ എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്, നിനക്ക് പനി കൂടിയത് കൊണ്ട് എന്തോ ഒരു മതിഭ്രമം തോന്നിയതാണ് എന്നൊക്കെ പറഞ്ഞ് സത്യഭാമ വഴക്ക് പറയുന്നുണ്ട്. സങ്കടമാണ്. അന്നേരം സത്യാമ്മ വേണ്ട എന്നിങ്ങനെ ഡോക്ടർ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുകയാണ്. അന്നേരം സത്യഭാമ മതിയാക്കുകയാണ്. തുടർന്ന് ഡോക്ടർ പറയുകയാണ്, പനി ഇങ്ങനെ കൂടുമ്പോൾ ചിലപ്പോൾ ഇല്ലാത്തതൊക്കെ നമുക്ക് തോന്നും, അത് തലച്ചോറിൻ്റെ ചെറിയൊരു പ്രവർത്തനം കാരണമാണ്, വിഷ്ണു ഇപ്പോൾ ചെയ്യേണ്ടത് നന്നായിട്ട് റെസ്റ്റ് എടുക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു ഒന്ന് ആശ്വസിക്കുകയാണ്. പക്ഷേ ശാലിനി വന്നിരുന്നു എന്ന് തന്നെയാണ് വിഷ്ണുവിൻ്റെ ആ ഉറച്ച വിശ്വാസം. വിഷ്ണുവിൻ്റെ ആ വെപ്രാളവും ആ കണ്ണുകളിലൂടെയുള്ള കണ്ണൊക്കെ ഇങ്ങനെ തലയൊക്കെ വെട്ടിച്ച് ചുറ്റുമൊക്കെ നോക്കുകയാണ് ശാലിനി തന്നെ. വിഷ്ണു അങ്ങ് ശാലിനി ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരിതിൽ തുടർന്ന് കിടക്ക് എന്ന് പറഞ്ഞിട്ട് നിർബന്ധമായിട്ട് ഡോക്ടറും സത്യഭാമയും കൂടി വിഷ്ണുവിനെ പിടിച്ചങ്ങ് കിടത്തുകയാണ്. അതിനുശേഷം ആ സത്യാമ്മയെന്നും പറഞ്ഞ് ഡോക്ടർ സത്യഭാമയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം ശാലിനി ഹോസ്പിറ്റലിൽ നിന്നും പോയി കഴിഞ്ഞിരുന്നു. തുടർന്ന് സത്യഭാമയ്ക്കാണെങ്കിൽ വിഷ്ണുവിൻ്റെ അവസ്ഥയിൽ ആകെ ഒരു സങ്കടമാണ്. ഡോക്ടർ അങ്ങ് പുറത്തേക്ക് ഭാമയെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. തുടർന്ന് അവരൊക്കെ പോയ ശേഷം വിഷ്ണു വീണ്ടും അങ്ങ് കണ്ണൊക്കെ ഇങ്ങനെ ചുറ്റും പരതുകയാണ്. എന്നിട്ട് വീണ്ടും പതിയങ്ങ് എഴുന്നേൽക്കുന്നുണ്ട്. അന്നേരം ആ ശാലിനി എന്ന് വിളിക്കുമ്പോഴും അവരോടൊക്കെ സംസാരിക്കുമ്പോഴും വിഷ്ണു നന്നായിട്ട് ചുമക്കുകയും കിതയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണുമ്പോഴാണ് ഭാമയ്ക്ക് അങ്ങ് ഒരുപാട് വിഷമം. തുടർന്ന് ഈ ഡോക്ടറും ഭാമയും അങ്ങ് ഇറങ്ങിയ ശേഷം വിഷ്ണു വീണ്ടും അങ്ങ് എഴുന്നേറ്റ് കട്ടിൽ പിടിച്ചങ്ങ് എഴുന്നേറ്റിരിക്കുകയാണ്. നീ വന്നിരുന്നല്ലേ ശാലിനി, എനിക്ക് ഉറപ്പുണ്ട് നീ വന്നിരുന്നു എന്ന് പറഞ്ഞ് വിഷ്ണു വീണ്ടും അങ്ങ് ശാലിനിക്ക് വേണ്ടി അങ്ങ് ചുറ്റും കണ്ണോടിക്കുകയാണ്. അതേസമയം കാറിൽ പോകുന്ന ശാലിനിയാണെങ്കിലും അതേ അവസ്ഥയിൽ തന്നെയാണ്, കരയൊക്കെ ചെയ്യുകയാണ്. വിഷ്ണുവിൻ്റെ അവസ്ഥയിലും വിഷ്ണു താൻ വന്നിരുന്നു എന്നത് അറിഞ്ഞതും ഒക്കെ ഓർക്കുമ്പോൾ ശാലിനിക്ക് അങ്ങ് സങ്കടവും വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോകണം എന്നുള്ളൊരു മനസ്സും ഒക്കെയാണ്. പക്ഷെ അത് സാധിക്കില്ല എന്ന് ഓർക്കുമ്പോൾ ശാലിനി വീണ്ടും അങ്ങ് വിഷമിച്ച് അതേപോലെ ഇരിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് ആണ്. ശ്യാമയാണെങ്കിൽ സത്യമ്മയുടെ വീട്ടിൽ പപ്പിക്ക് ഭക്ഷണം ഇങ്ങനെ സിറ്റൗട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മൊത്തം കഴിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സത്യയാണെങ്കിൽ പപ്പിയെ ഫോൺ വിളിക്കുകയാണ്. അന്നേരം സത്യമാണെന്നും പറഞ്ഞ് ഇങ്ങനെ ഫോൺ എടുക്കുകയാണ്. അന്നേരം ശ്യാമ ഇതൊക്കെ ഇങ്ങ് ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് നീ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ മറന്നുപോയി സത്യയെ, ഭക്ഷണം കഴിക്കുകയാണെന്ന് പറയുമ്പോൾ ഓ സാരമില്ല എന്ന് പറയുകയാണ്. തുടർന്ന് എൻ്റെ വല്യച്ഛന് ഇപ്പോൾ പനി എങ്ങനെയുണ്ടെന്ന് സത്യ ചോദിക്കുകയാണ്. അതേസമയം ശാലിനി ശാരദാമ്മയുടെ വീട്ടിൽ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് സത്യ സംസാരിക്കുന്നത് കേട്ടിട്ട്. അന്നേരം കുറവുണ്ട്, വീട്ടിൽ കൊണ്ടുവന്നു, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ്. തുടർന്ന് ശ്യാമ പറയുന്നുണ്ട്, ശ്യാമയല്ല ശാലിനി പറയുകയാണ്, ഞാൻ ഫോണിൽ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് സത്യയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കുകയാണ്. തുടർന്ന് സത്യ പറയുന്നുണ്ട്, എൻ്റെ അമ്മയ്ക്ക് നിന്നോട് ഫോണിൽ സംസാരിക്കണമെന്ന്, നീ നിൻ്റെ അമ്മേരെ കൊടുക്കുമെന്ന് പറയുകയാണ്. തുടർന്ന് സത്യയാണെങ്കിൽ ഫോൺ ശാലിനിക്കും കൊടുക്കുന്നുണ്ട്, പപ്പിയാണെങ്കിൽ ഫോൺ ശ്യാമയ്ക്കും കൊടുക്കുകയാണ്. അന്നേരം ഫോൺ വാങ്ങിയ ഉടനെ ശ്യാമയാണെങ്കിൽ പറഞ്ഞോ കുഞ്ഞേച്ചി എന്നിങ്ങനെ പറയുകയാണ്. അതേസമയം ഈ പപ്പിയാണെങ്കിൽ പെട്ടെന്ന് ചോദിക്കുകയാണ്, അതെന്താ കുഞ്ഞേച്ചി എന്ന് വിളിക്കുന്നത്, സത്യയുടെ അമ്മയുടെ ചേച്ചിയാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാലിനി അങ്ങ് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ശാലിനി ഇതൊക്കെ ഫോണിൽ കൂടെ കേൾക്കുകയാണല്ലോ. ശ്യാമയ്ക്ക് പെട്ടെന്ന് ഉത്തരമില്ല. ശ്യാമ കുറേ നേരം ആലോചിക്കുകയാണ്. അന്നേരം പറ അമ്മയുടെ ചേച്ചിയാണോ, എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ചേച്ചി ഉണ്ടെന്ന്, അപ്പോൾ കുഞ്ഞേച്ചികളിൽ നിന്ന് വിളിക്കണമെങ്കിൽ വലിയേച്ചി വേറെ ഉണ്ടോ, പറയമ്മയെന്ന് പറയുകയാണ്. അന്നേരം ശ്യാമ പെട്ടെന്ന് പറയുന്നുണ്ട്, സത്യയുടെ അമ്മയേക്കാൾ മൂത്തതായിരിക്കുമല്ലോ, അതുകൊണ്ട് ചേച്ചിന്ന് വിളിച്ചതാണെന്ന്. അന്നേരം ഇനി സംശയം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതിന് മൂത്തയാളാണെങ്കിൽ ചേച്ചി എന്നല്ലേ വിളിക്കേണ്ടത്, കുഞ്ഞേച്ചിന്ന് എന്തിനാ വിളിക്കുന്നത്, അപ്പോൾ വലിയേച്ചി കാണുമോ എന്ന് അപ്പോഴാണ് ചോദിക്കുന്നത്. അന്നേരവും ശ്യാമയ്ക്കങ്ങ് ഉത്തരവില്ലാതിരിക്കുമ്പോൾ വീണ്ടും അങ്ങ് ശ്യാമ പറയുകയാണ്, അതിനിപ്പോൾ ഇവിടെ ആരാ ചേച്ചിന്ന് വിളിച്ചത്, പറഞ്ഞു ചേച്ചിന്നാണ് പറഞ്ഞത്, അപ്പോൾ മോള് കേട്ടപ്പോൾ കുഞ്ഞേച്ചിന്ന് മാറി കേട്ടതായിരിക്കും എന്ന് പറയുകയാണ്. അന്നേരം അത് പപ്പി അങ്ങ് വിശ്വസിക്കുകയാണ്. ഓഹോ അങ്ങനെയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതേസമയം സത്യമാണെങ്കിൽ ശ്രദ്ധിക്കുകയാണ്, ശാലിനി സംസാരിക്കുന്നില്ല, ഇങ്ങനെ ഫോൺ വെച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അമ്മ എന്താ ഫോൺ വാങ്ങിച്ചിട്ട് സംസാരിക്കാത്തത്, പപ്പിയുടെ അമ്മ വാദം വരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഫോൺ ഇങ്ങനെ മാറ്റി പിടിച്ചിട്ട് അതെ പപ്പിയുടെ അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അമ്മ കേൾക്കുകയാണെന്ന് പറയുകയാണ്. തുടർന്ന് വീണ്ടും ഒരു സംശയം കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പപ്പി വീണ്ടും ചോദിക്കുകയാണ്, സത്യയുടെ അമ്മ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ മൂത്തതാണോ എന്നൊക്കെ അറിയാൻ പറ്റുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരവും ശ്യാമയ്ക്ക് ഉത്തരവില്ലായിരിക്കുമ്പോൾ പെട്ടെന്ന് ശാലിനി ഇങ്ങനെ അമ്പലം എന്നിങ്ങനെ പറയുകയാണ്. സത്യ അത് കേൾക്കുന്നില്ല. തുടർന്ന് ശ്യാമ പറയുന്നുണ്ട്, അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടല്ലോ, അങ്ങനെയാണെന്ന്. അന്നേരം അമ്മ കണ്ടില്ലല്ലോ എന്നിങ്ങനെ വീണ്ടും പപ്പി ചോദിക്കുകയാണ്. അന്നേരം ഞാൻ കണ്ടു, സത്യയുടെ അമ്മയല്ലേ മോള് വീണപ്പോൾ എടുത്തതും മണി അടിക്കാൻ സഹായിച്ചതുമൊക്കെ അങ്ങനെ കണ്ടതാണ്, ഇനി സംശയമൊന്നുമില്ലല്ലോ, ഞാനൊന്ന് സംസാരിച്ചോട്ടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് സംസാരിച്ചു എന്നിങ്ങനെ പപ്പി പറയുന്നുണ്ട്. തുടർന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്, പനി ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന്. അന്നേരം കുറവുണ്ട് എന്ന് പറയുകയാണ്. തുടർന്ന് നോക്കിക്കൊള്ളണം, ആഹാരമൊക്കെ പനി
വന്നവർക്ക് ആഹാരമൊക്കെ കഴിക്കാനായിട്ട് പാടായിരിക്കും, ശ്രദ്ധിച്ചോളണം എന്നിങ്ങനെ പറയുമ്പോൾ അതൊക്കെ പിന്നെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് ഫോൺ വെക്കാമെന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ എനിക്ക് സംസാരിക്കണം എന്നിങ്ങനെ സത്യ പറയുകയാണ്. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചില്ല എന്ന്. അന്നേരം ശ്യാമയും പപ്പിക്ക് ഫോൺ കൊടുക്കുന്നുണ്ട്. സത്യയ്ക്ക് എന്തോ സംസാരിക്കണമെന്ന്. അന്നേരം അവർ രണ്ടുപേരും കൂടി ഫോൺ അങ്ങ് വാങ്ങുകയാണ്. തുടർന്ന് ശ്യാമ അകത്തേക്ക് കയറി പോകുന്നുണ്ട്, ശാലിനിയും കയറി പോവുകയാണ്. ഭക്ഷണം എടുത്തു വയ്ക്കുകയാണ്, കഴിക്കാൻ വരണമെന്നൊക്കെ പറഞ്ഞിട്ട്. തുടർന്ന് അവിടെ എന്താ സീൻ എന്നിങ്ങനെ സത്യ പപ്പിയോട് ചോദിക്കുമ്പോൾ ആകെ ശോകമാണ്. വല്യച്ഛനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്നും പറഞ്ഞാണ് അച്ചമ്മ നിൽക്കുന്നത്. ഒരു തരത്തിലും അടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു വലിയ ദുരന്തമാണല്ലോ നിൻ്റെ അച്ചമ്മ എന്നിങ്ങനെ സത്യ പറയുകയാണ്. അന്നേരം നീ ഇതൊക്കെ മാറാനായിട്ട് ഒരു ഐഡിയ പറഞ്ഞതാന്ന് പറയുകയാണ്. അന്നേരം ഞാനോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം കല്യാണം മുടക്കാനുള്ള ജ്യൂസ് പ്ലാൻ നിൻ്റെ ആയിരുന്നല്ലോ, അത് വർക്കൗട്ടായി, ഇനി ഇതൊക്കെ മാറാനുള്ള ഒരു വഴി പറഞ്ഞതാന്ന് പറയുകയാണ്. അന്നേരം ഈ ദുഃഖമൊക്കെ മാറണമെങ്കിൽ നിന്റെ ചേച്ചിയമ്മ തിരിച്ചു വരണം, അതിന് ചേച്ചിയമ്മ തിരിച്ചു വരാൻ അച്ചമ്മ സമ്മതിക്കണമെന്ന് പറയുകയാണ്. അന്നേരം അതിനുള്ളൊരു വഴി പറഞ്ഞു തരാനാണ് ഞാൻ പറഞ്ഞതെന്ന് പപ്പി പറയുകയാണ്. തുടർന്ന് തൻ്റെ ഐഡിയ സത്യ പപ്പിയോട് പറയുകയാണ്. അതെന്താണെന്ന് കാണിക്കുന്നില്ല. തുടർന്ന് ഇത് തീർച്ചയായും വർക്കൗട്ട് ആവും, അപ്പോൾ നമുക്ക് ചേച്ചിയമ്മ തിരിച്ച് വീട്ടിൽ വരും, വല്യച്ഛൻ ഹാപ്പി എന്നിങ്ങനെ സത്യ പറയുകയാണ്. തുടർന്ന് അപ്പോൾ നമുക്ക് സ്കൂളിൽ വെച്ച് കാണാമെന്നും പറഞ്ഞ് ഒരു ഫോൺ വയ്ക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് രാത്രി റൂമിൽ ആകെ വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുകയാണ് വിഷ്ണുവിന് അപ്പോഴും മനസ്സിലൂടെ അങ്ങ് ഓടുന്നത് ഹോസ്പിറ്റലിൽ വെച്ച് ശാലിനി തന്നെ കാലിൽ തൊട്ടു വന്നിരുന്നു എന്നുള്ളതൊക്കെ അങ്ങ് ശാലിനി ഓർക്കുകയാണ്. ഒരു നെഗറ്റീവ് ഫിലിം എന്ന പോലെ അത് കാണിക്കുകയാണ്. തുടർന്നും വിഷ്ണു അങ്ങ് ശാലിനിയെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുകയാണ്. അന്ന് ശാലിനിക്ക് കാൽ ലെറ്റർ കൊണ്ട് കൊടുത്തതും അന്നത്തെ ശാലിനിയുടെ സങ്കടവും പിന്നീട് അന്ന് ശാലിനി ഓട്ടോയിൽ കയറി അങ്ങ് പോയതും കുഞ്ഞിനെയും കൊണ്ട് വന്നപ്പോൾ അത് കണ്ടില്ല, ശാലിനിയാണെന്ന് ഓട്ടോയിൽ പോയതും ആ പാദസ്വരം കിട്ടിയതും ഒക്കെ ഓർത്ത് വിഷ്ണു ആണെങ്കിൽ ആകെ അങ്ങ് വിഷമിച്ച് അങ്ങ് കട്ടിലങ്ങിരിക്കുകയാണ്. രാത്രി സമയമാണ് കാണിക്കുന്നത്. ഇതേസമയം പപ്പിയാണെങ്കിൽ താഴെ ഹാളിലിരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ശ്യാമയാണെങ്കിൽ ഒരു പാത്രത്തിൽ ഭക്ഷണമായി വരികയാണ്. മോൾ ഇവിടെ ഇരിക്കുകയായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇതെന്താ അമ്മേ, ആർക്കാന്ന് ചോദിക്കുകയാണ്. അന്നേരം നിൻ്റെ വല്യച്ഛനാണ്, പൊന്നു വന്ന് വിളിച്ചപ്പോൾ ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞു, പനി കഴിഞ്ഞതേ അല്ലേ ഉള്ളൂ, എന്തെങ്കിലും കഴിക്കണം, ഞാൻ അമ്മ ഇതുകൊണ്ട് കൊടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് ശ്യാമ മുകളിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ അമ്മ എനിക്ക് തന്നെ ഞാൻ കൊടുക്കാമെന്ന് പറയുകയാണ്. തുടർന്ന് സൂക്ഷിക്കണം, കളയരുത്, ഭക്ഷണമാണ്, ഇറക്കി പിടിച്ചോളണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അതും വാങ്ങിച്ചുകൊണ്ട് പപ്പിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അന്നേരം ശ്യാമ അത് തന്നെ നോക്കി നിൽക്കുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ്. അന്നേരം വിഷ്ണുവിൻ്റെ വിഷമവും സങ്കടവും ഒക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉള്ള ഹൈലൈറ്റ്. ഇനി നാളെ ബാക്കി എന്താവും, സത്യയുടെ ഐഡിയ എന്താണെന്നുള്ളത്, അത് വർക്കൗട്ട് ആവുമോ എന്നുള്ളതുമൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.